ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ബയോളജിയാണ്. ബയോളജിക്ക് ഇനി 2 ചാപ്റ്ററും കൂടെ ഉണ്ട്. അത് ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കെമിസ്ട്രിയാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ്. ഒരുപക്ഷെ 10ാം ക്ലാസ്സിലെ പ്രാഥമികഘട്ട പരീക്ഷയ്ക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുള്ളായിരിക്കും. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, അഥവാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിപ്പോകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് പാരലി പറഞ്ഞു പോകും. എം സി ക്യു ടൈപ്പ് മാക്സിമം ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി ശ്രമിക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ചെങ്കിലും എക്സ്പ്ലനേഷൻ വേണം. കാരണം 10ാം ക്ലാസ്സിലെ സയൻസ് ആണ്, കെമിസ്ട്രിയാണ്, കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടില്ല. എന്നിരുന്നാൽ പോലും വീണ്ടും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോവുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും പീരിയോഡിക് ടേബിളിനകത്ത് നമുക്കറിയാം എസ്, പി, ഡി, എഫ് ഈ പറഞ്ഞ 4 ബ്ലോക്കുകളുണ്ട്. അതുപോലെ തന്നെ എന്താണ് പീരിയഡ്, എന്താണ് ഗ്രൂപ്പ്, ഇവിടെ നിന്നൊക്കെ സ്ഥിരം ചോദ്യം വരാറുണ്ട്. അതൊക്കെ അവിടെ നിന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് പ്രാഥമികഘട്ട പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതൊക്കെ ചോദിക്കുന്നത് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ്. അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്താണ് വരിക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷെൽ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സബ് ഷെൽ എന്നുള്ള കൺസെപ്റ്റ്. ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ബ്ലോക്കിലെ എലമെൻറ്റ്സിനെല്ലാം ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. അവിടെ നിന്നെല്ലാം സ്ഥിരം ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പീരിയോഡിക് ടേബിളിൽ മൂലക വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റും കുറച്ചധികം ഓർബിറ്റ്സ് അഥവാ ഷെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ന്യൂക്ലിയസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ളത് എപ്പോഴും പ്രോട്ടോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂട്രോൺസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയാം. അതുപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ കൂടെ സം ആയിരിക്കും മാസ് നമ്പർ എന്ന് പറയാം. നമ്മൾ ഒരുപാട് കാട് കയറി പോകുന്നില്ല. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലിമിറ്റിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 9ാം ക്ലാസ്സിലുണ്ട്. അപ്പം നമ്മൾ 8 വരെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ 10ൽ നിന്ന് പുറകോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം അതാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അപ്പം ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റലീവാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്ലിയാണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ദിമിത്രി മെൻഡലേവ് അതുപോലെ തന്നെ ഹെൻറി മോസ്ലി. ദിമിത്രി മെൻഡലേവ് എന്താണ്? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. അങ്ങനെയാണ് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ദിമിത്രി മെൻഡലീവാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ ചെറിയ ചേഞ്ചസ് ഒക്കെ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആരാണ്? മോസ്ലിയാണ്. ഓക്കെ, മോസ്ലി ഇമ്പോർട്ടൻസ് കൊടുത്തത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ഈ പറഞ്ഞ പ്രോട്ടോൺസിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്, അഥവാ അറ്റോമിക് നമ്പറിനാണ് മോസ്ലി ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം ന്യൂക്ലിയസിന് ഒരുപാട് മോഡലുകളുണ്ട്. റൂതർഫോർഡിൻ്റെ സൗരയൂഥ മോഡലുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലം പുഡിംഗ് മോഡലുണ്ട്. അതുപോലെ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലുണ്ട്. അതുപോലെ തന്നെ ബോർ മോഡലുണ്ട്. നീൽസ് ബോറിൻ്റെ ബോർ മോഡലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത്. അതായത് വേൾഡ് മുഴുവൻ ഒരുപാട് അംഗീകരിച്ചത്, വൈൽഡ് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു മോഡലാണ് ബോർ മോഡൽ. അപ്പം സയൻറ്റിസ്റ്റുകൾ ആ ഒരു മോഡലാണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. അതിൻ്റെ ബേസിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും കുറച്ചധികം ഷെല്ലുകളുണ്ട്. KLMN എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലിൻ്റെ അകത്തായിരുന്നു എന്ത് കണ്ടുകൊണ്ടിരുന്നത്? ഇലക്ട്രോൺസ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാം. അപ്പം അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് പിന്നീട് സബ് ഷെല്ലുകളുടെ കൺസെപ്റ്റ് വന്നു. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പർ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റം ഘടനയാണ്, അഥവാ അറ്റോമിക് സ്ട്രക്ചറാണ്. പീരിയോഡിക് ടേബിളിൽ എലമെൻസിൻ്റെ പീരിയോഡിസിറ്റിക്ക് അടിസ്ഥാനം
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റം ഘടനയാണ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എല്ലാം തന്നെ ഒരു കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ചധികം ക്യാരക്ടേഴ്സ് കാണിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എല്ലാം കുറച്ചധികം ക്യാരക്ടേഴ്സ്, അവയ്ക്ക് പൊതുവായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ പറഞ്ഞ തേർഡ് ആണെങ്കിലും ഫോർത്ത് ആണെന്നുണ്ടെങ്കിലും എത്രയാണെന്നുണ്ടെങ്കിലും അവയ്ക്കെല്ലാം തന്നെ കോമൺ ആയിട്ട് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പം 18ാമത്തെ ഗ്രൂപ്പ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനും കുറച്ചധികം കോമൺ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതാണ് എന്തുദ്ദേശിച്ചത്, ഈ പറഞ്ഞ ക്രമാവർത്തനം എന്നുദ്ദേശിച്ചത്. ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം ആറ്റം ഘടനയാണ്, അഥവാ എലമെൻസിൻ്റെ പീരിയോഡിസിറ്റിക്ക് അടിസ്ഥാനം അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അവയുടെ പ്രോപ്പർട്ടിക്ക് അടിസ്ഥാനം ആറ്റം ഘടനയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ പറഞ്ഞ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം ആറ്റം ഘടനയാണ്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിന് അനുസരിച്ചിട്ട് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജവും കൂടിക്കൂടി വരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ വരയ്ക്കാം. പുതിയൊരു ഡിവൈസാണ്, എനിക്ക് വലിയ പിടിയില്ല, കൈവശം എൻ്റെ തീരെ മോശമാണെന്ന് കരുതരുത്, ഇത് വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നോക്കാം. അപ്പം നമുക്കറിയാം ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും കുറച്ചധികം ഷെല്ലുകളുണ്ട് അല്ലേ? ഈ പറഞ്ഞ കൂട്ടുന്ന KLMN എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഷെല്ലുകളുണ്ട്. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഷെല്ലുകളുണ്ട്. അപ്പം ബോർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ Kയ്ക്കകത്തും Lൻ്റെ അകത്തും എമ്മിൻ്റെ അകത്തും എന്നിൻ്റെ അകത്തും ഒക്കെ ആയിട്ടാണ് ഇലക്ട്രോണുകൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ് ബോർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിന് അനുസരിച്ചിട്ട് ഇലക്ട്രോണുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. അപ്പം ബോർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് K ഷെല്ലിൻ്റെ അകത്ത്, അതായത് ഇതാണ് K, ഏറ്റവും ഉള്ളിലേത് K, L, M, N, ഇനി ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് N. അപ്പം Kയ്ക്കകത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കുറച്ചധികം ഇലക്ട്രോൺസ് ഉണ്ട്. അതിൻ്റെ അകത്ത് Kയ്ക്കകത്ത് 2 ഉൾക്കൊള്ളുവാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലിൻ്റെ അകത്താണ് എന്നുണ്ടെങ്കിൽ, ഇത് L ആണ് എന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ അകത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് 8 ആയിരിക്കും. അതുപോലെ തന്നെ എമ്മിൻ്റെ അകത്ത് 18 ആയിരിക്കും. അതുപോലെ തന്നെ എന്നിൻ്റെ അകത്ത് 32 ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഓർഡർ പോകുന്നത്, KLMN. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഓർബിറ്റ് ഈ പറഞ്ഞ പോലെ ഈ സർക്കുലർ ഷേപ്പിൽ എങ്ങും മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല, കൃത്യമായിട്ടുള്ള ഡെഫിനറ്റ് പാത്തില്ല. അത് കറങ്ങുന്ന ആ ഒരു പാത്ത് നമ്മൾ സാങ്കല്പികമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും നമ്മൾ എന്ത് പറയാം, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നൊക്കെ പറയാം. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിന് അനുസരിച്ചിട്ട് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. അതായത് ഇത്രയേ ഉള്ളൂ, ഏറ്റവും കുറവ് എനർജിയുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും K ഷെല്ലിൻ്റെ അകത്ത് ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, N ഷെല്ലിൻ്റെ അകത്ത് ഉണ്ടാവുക, KLMN ഷെല്ലിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, ദൂരം കൂടുന്നതിന് അനുസരിച്ചിട്ട് ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരുന്നു, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിന് അനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഘർഷണ ഫലം കുറയുന്നു. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവ തമ്മിലുള്ള ബോണ്ടിങ് കുറയും, അല്ലാന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ആകർഷണം കുറയും അല്ലെങ്കിൽ ഘർഷണ ഫലം കുറയും. ഓക്കെ, ഏറ്റവും കൂടുതൽ, അതായത് ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ K ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പം പറഞ്ഞാൽ അനുസരിക്കാത്ത ആൾ എവിടെ നിൽക്കുക, വെളിയിലായിരിക്കും നിൽക്കുക, N ഷെല്ലിലായിരിക്കും നിൽക്കുന്നത്. അതായത് ഈ പറഞ്ഞ ന്യൂക്ലിയസുമായിട്ട് കുറച്ച് ബന്ധമുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയസുമായിട്ട് കുറച്ച് കണക്ഷനുള്ള അല്ലെങ്കിൽ ഘർഷണം കുറവുള്ള ആൾ നിൽക്കുന്നത് എവിടെയായിരിക്കും, ഈ പറയുന്ന N ഷെല്ലിലായിരിക്കും അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലായിരിക്കും നിൽക്കുക. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയും. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിക്ക് 4 ചാപ്റ്റർ, ഫസ്റ്റ് ബുക്കിൻ്റെ അകത്ത് 4 ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ബുക്കിൻ്റെ അകത്തും 4 ചാപ്റ്റർ ഉണ്ട്, മൊത്തം 2 ബുക്കുണ്ട്, അങ്ങനെ 8 ചാപ്റ്റർ ഉണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തീർക്കുന്നത് ഒരുപക്ഷെ 10ാം ക്ലാസ്സിലേക്ക് അധ്യാപകർ തീർക്കുന്നത് ഈ പറഞ്ഞ ഓണപരീക്ഷയ്ക്ക് മുമ്പ് ആകെപ്പാടെ ഒരു ചാപ്റ്ററൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതായത് 3 മാസം കൊണ്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ തീർക്കുക. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർക്കുന്നത് ഈ ഒരു ഒറ്റ സെഷനിൽ നമ്മൾ തീർക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് ഇത് കണ്ട് പഠിച്ച് തീർക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നിങ്ങൾ പതുക്കെ കണ്ടാൽ മതി, 1, 2, 3, 4 തവണയായിട്ട് ഇത് കണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെല്ലാം കഴിവതും മിസ്സാക്കാതെയാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എല്ലാം ഒന്നും പറയുന്നില്ല. അതായത് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മിസ്സാക്കാതെ പറഞ്ഞു പോകാം. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ചിട്ട് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഘർഷണ ബലം കുറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ വേണ്ടുന്നത്
അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പം ഈ ഒരു ടേബിൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു ടേബിൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കുറച്ചധികം സമയം മെനക്കെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ. 1S പറയാമേ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കും. 1S എന്നുള്ളത് 1S 2S 3S 4S. എസ് ആണ് നമ്മളിവിടെ അറേഞ്ച്, ഇത് സബ്ഷെല്ലിൻ്റെ കോൺഫിഗറേഷനാണ്, അങ്ങോട്ട് വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും. അതുപോലെ 2P 3P 4P 5P 6P 7P. അതുപോലെ ഡി സബ്ഷെല്ലുകൾ 3D 4D 5D 6D. അതുപോലെ F 4F 5F. ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കി പഠിക്കണം. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് ഓർഡറൊക്കെ ഒന്ന് നോക്കി ഒന്ന് പഠിക്കണം. നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി. അപ്പോൾ എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ആണ്. ഓക്കെ, ബോർ മോഡലിന് കുറച്ച് പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ആണ്. ഓക്കെ, അവിടെ ഇപ്പോൾ എന്താണ്, കെ ഉണ്ട്, ഇതാണ് കെ അല്ലേ, ഉള്ളിലേത് കെ, ഇത് എൽ, എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ 2 എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ആർഗണിൻ്റെ കേസും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കേസും. ഈ ആർഗണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കേസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ബോർ മോഡൽ പര്യാപ്തമല്ല, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ പര്യാപ്തമല്ല എന്നാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഓക്കെ, ആർഗോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2,8,8 ആണ്. അതായത് ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കെയ്ക്കകത്ത് 2, അതുപോലെ തന്നെ കെയ്ക്കകത്ത് 2, എല്ലിൻ്റെ അകത്ത് 8, അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലായ എമ്മിൻ്റെ അകത്ത് 8. ഇനിയിപ്പോൾ അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2,8,8,1 എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഷെല്ലുകളുണ്ടല്ലോ, ഈ ഷെല്ലിൻ്റെ അകത്ത്, അതായത് ശരിക്കും ഈ പറഞ്ഞ കഴിഞ്ഞാൽ എം ഷെല്ലിൻ്റെ അകത്ത് 18 ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കിയേ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ കെയ്ക്കകത്ത് 2 ഷെല്ലിനെ ഉൾക്കൊള്ളാൻ മാക്സിമം. അതുപോലെ തന്നെ എല്ലിൻ്റെ അകത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് നമുക്ക് 8 ഇലക്ട്രോണെ ഉൾക്കൊള്ളുവാൻ വേണ്ടി സാധിക്കും. എമ്മിൻ്റെ അകത്ത് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് മാക്സിമം 18 ഇലക്ട്രോണെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ആർഗണിൻ്റെ കേസ് വരെ ഓക്കെ. ഇനിയിപ്പം പൊട്ടാസ്യത്തിൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്, പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. ഈ 19ാമത്തെ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 18 ഇലക്ട്രോണെ എം ഷെല്ലിൽ ഉൾക്കൊള്ളാം എന്നിരിക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്നത് തൊട്ടടുത്ത ഷെല്ലായ എൻ ഷെല്ലിൻ്റെ അകത്താണ്. അപ്പോൾ അതിന് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ ഈ പറഞ്ഞ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. അതായത് ഈ കൊടുത്തിരിക്കുന്ന കോമ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഷെല്ലുകളാണ്. ഇത് എന്താണ്, ഇതൊരു ഷെല്ലാണ്, കെ ഷെല്ല് നിറഞ്ഞ ഇലക്ട്രോണാണ്, എൽ ഷെല്ല്, എം, എൻ. അതായത് ഇവിടെ 18 നിറയാം എന്നിരിക്കെ ഇവൻ എങ്ങോട്ട് പോയി, ഒരു ഇലക്ട്രോൺ മാത്രം എൻ ഷെല്ലിലേക്ക് പോയി. ഇതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. അപ്പം അങ്ങനെയാണ് സബ് ഷെല്ല് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഈ സബ് ഷെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് സബ് ഷെല്ല്. ഈ സബ് ഷെല്ലിൻ്റെ കാര്യം ആദ്യം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ മുമ്പേ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു സബ് ഷെല്ലിൻ്റെ കേസ്. ഇതാണ് സബ് ഷെൽ. അപ്പം ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഇതെങ്കിലും ഉണ്ടാവണം, ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടെങ്കിലും മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കുക, എന്താണ് കറക്റ്റ് ഓർഡറിനാണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇത് 1S അതിനൊരു ഓർഡർ ഉണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം, നമ്മളിവിടെ ഈ പറഞ്ഞ KLMN ഷെൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യണം. ഈ പറഞ്ഞ ഷെല്ലുകളെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് 1S K ഷെല്ലിൻ്റെ അകത്ത് മറ്റൊരു സബ് ഷെല്ലുണ്ട്, അതിനെ നമ്മൾ 1S എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ L എന്ന് പറയുന്ന ഷെല്ലിൻ്റെ അകത്ത് മറ്റ് 2 സബ് ഷെല്ലുകളുണ്ട്, അതിനെ നമ്മൾ 2S ഉം 2P എന്നും വിളിക്കുന്നു. അതുപോലെ എമ്മിൻ്റെ അകത്ത് മറ്റ് 3 സബ് ഷെല്ലുകളുണ്ട്, അതിൻ്റെ പേരാണ് 3S 3P 3D. അതുപോലെ തന്നെ എന്നിൻ്റെ അകത്ത് മറ്റ് 4 സബ് ഷെല്ലുകളുണ്ട്, അതിൻ്റെ പേരാണ് 4S 4P 4D ആൻഡ് 4F. ഓക്കെ, ഷെല്ല് സബ് ഷെല്ല് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി ലെവൽസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഓൾറെഡി, അല്ലാതെ ഇങ്ങനെ സർക്കുലർ പാത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക.
ഇപ്പം ഇവിടെ ഇതിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് വരയ്ക്കും. ഇവിടെ ഇവിടെ നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കെ ഷെല്ലാണെന്ന് കരുതുക. കെ ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു ബാൻഡ് ഓഫ് എനർജിയാണ്. ബാൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, കറക്റ്റ് ഒരു സർക്കിളല്ല, അതിന് കുറച്ച് വിട്ടും കൂടെ ഉണ്ട് അതിന്. ഓക്കെ, കുറച്ച് വിട്ടും കൂടെ ഉണ്ട്. ഓക്കെ, ഇതിപ്പം കെ ഷെല്ലാണെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ എൽ ഷെല്ലിലേക്ക് വരികയാണെന്ന് എൽ ഷെല്ലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൽ ഷെല്ല് വരയ്ക്കുകയാണ്. എൻ്റെ വരയൊന്നും ശരിയല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഡിവൈസാണ്. ഇപ്പോൾ ഇത് എൽ ഷെല്ലാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെയും എനർജി ലെവൽസ് ഉണ്ടാക്കും. എല്ലിൻ്റെ കേസിൽ 2s-ഉം 2p എന്നും പറഞ്ഞിട്ട് എനർജി ലെവൽസ് ഉണ്ടാകും. അതായത് 2 സെപ്പറേറ്റ് എനർജി ലെവൽസും കൂടെ ഉണ്ടാകും. ഒരു പർട്ടിക്കുലർ എനർജി കുറവുള്ളത് ഈ പറഞ്ഞ് 2s ഒക്യുപ്പൈ ചെയ്യും. ഇത് 2s ആണെന്നുണ്ടെങ്കിൽ 2s ഒക്യുപ്പൈ ചെയ്യും. കുറച്ചും കൂടെ എനർജി ഉള്ള ഇലക്ട്രോൺസ് 2p ഒക്യുപ്പൈ ചെയ്യും. രണ്ടും ഏത് തന്നെയാണ്? രണ്ടും ഈ പറഞ്ഞ രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ല് തന്നെയാണ്. ഓക്കെ, രണ്ടും എൽ ഷെല്ല് തന്നെ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഷെല്ലിൻ്റെ അകത്ത് ഈ പറഞ്ഞ മറ്റ് കുറച്ചധികം സബ് ഷെല്ലും കൂടെ ഉണ്ട്. എല്ലിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും അതുകൂട്ട് തന്നെ എമ്മിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും എന്നിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും കുറച്ചധികം വേറെ എനർജി ലെവൽസും കൂടെ ഉണ്ട്. ഇലക്ട്രോൺസ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെ വിളിക്കുന്ന പേരാണ്, അല്ലാതെ ഈ ഷെല്ലോ സബ് ഷെല്ലോ ഒന്നുമില്ല. ഇലക്ട്രോൺസിനെ കണ്ടെത്തുവാൻ ചാൻസ് ഉള്ള എനർജി ലെവൽസ്, അതാണ് ആക്ച്വലി ഈ സബ് ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കുറച്ചധികം എനർജി ലെവൽസ് ഉണ്ടാകാം. ഈ പറഞ്ഞ എന്നിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ 4 എനർജി ലെവൽസ് ഉണ്ടാകും. 4s എന്ന് പറയുന്നത് ഒരു എനർജി ലെവൽ, 4p എന്ന് പറയുന്നത് ഒരു എനർജി ലെവൽ, 4d എന്ന് പറയുന്നത് ഒരു എനർജി ലെവൽ, 4f എന്ന് പറയുന്നത് മറ്റൊരു എനർജി ലെവൽ. ഇതൊക്കെ എന്താണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ബാൻഡ് ഓഫ് എനർജി ലെവൽസ് ആണ്. ഓക്കെ, അതിനകത്ത് 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. ഇത് മാത്രമാണോ? ഇത് മാത്രമല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് എനർജി ലെവൽസ് പോസിബിൾ അല്ലേ? അതും പോസിബിളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന ഒരു മോഡലാണ്, ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മോഡലാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്കൊരു മോഡൽ പ്രപ്പോസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് പിന്നീട് പഠിക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ആർഗണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കേസ് പറഞ്ഞു. അതുപോലെ മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോണെ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കും എന്നിരിക്കെ 8 ഇലക്ട്രോൺ മാത്രമേ പൂരണം ചെയ്യപ്പെടുന്നുള്ളൂ. ഇതിന് വിശദീകരണം നൽകുവാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. അതാണ് അതിൻ്റെ മെയിൻ ഡ്രോബാക്ക്. അതുപോലെ തുടർന്നുള്ള പഠനങ്ങളിൽ ഓരോ ഊർജ്ജ നിലകളിലും ഉള്ള ഇലക്ട്രോണുകൾ അതിൻ്റെ ഉപ ഊർജ്ജ നിലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത് അഥവാ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് എനർജി ലെവൽസ് അഥവാ സബ് ഷെൽസ് എന്ന് വിളിക്കും. സബ് എനർജി ലെവൽസ് അഥവാ സബ് ഷെൽ. അതാണ് ഈ പറഞ്ഞ 1s-ഉം 2s-ഉം 2pയും 3pയും 3s-ഉം 3pയും 3d ഒക്കെ തന്നെ. ഓക്കെ, അതുപോലെ ഓരോ ഷെല്ലിലും ഉള്ള ഊർജ്ജ നിലകൾ സബ് ഷെല്ല് എന്നറിയപ്പെടും. പ്രധാനപ്പെട്ട സബ് ഷെല്ലുകളാണ് നമ്മൾ മുമ്പേ പറഞ്ഞ എസും പിയും ഡിയും എഫും. എസും പിയും ഡിയും എഫും. ഓക്കെ, SP-DF. കെ ഒഴികെ ഉള്ള എല്ലാ മുഖ്യ ഊർജ്ജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുണ്ട്. അത് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഇവിടെ എന്താണ് ഈ പറയുന്ന കെയ്ക്ക് മാത്രമേ ഒരൊറ്റ സബ് ഷെല്ല് ഉള്ളൂ. 2pക്ക് 2 എണ്ണം ഉണ്ട്, എല്ലിന് 2 എണ്ണമുണ്ട്. അതുപോലെ എമ്മിനും 3 സബ് ഷെല്ലുണ്ട്. അതുപോലെ എന്നിന് 4 സബ് ഷെല്ല് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഗ്രാഫാണ് ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ. കെ ഉണ്ട്, എല്ലുണ്ട്, എം ഉണ്ട്, എന്നുണ്ട്. ഏറ്റവും കുറവ് എനർജിയുള്ള ഇലക്ട്രോൺസ് ഇവിടെ ഒക്യുപ്പൈ ചെയ്യും? 1s എന്നുള്ള ഓർബിറ്റ് ഒക്യുപ്പൈ ചെയ്യും. അതിൻ്റെ മാക്സിമം പ്രോബബിലിറ്റി 2 വരെ ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മൾ 1s2 എന്ന് പറഞ്ഞിട്ട് നിറയ്ക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത്. അതുപോലെ 2s എന്ന് പറഞ്ഞാൽ 1sനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എനർജി ലെവലുള്ള ഓർബിറ്റ്, ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ആ ഒരു സ്പേസ്, അവിടെയായിരിക്കും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുക.
1s കുറച്ചും കൂടെ എനർജി കൂടുതലായിരിക്കും. ഇപ്പം 2p എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 2s കുറച്ചും കൂടെ എനർജി കൂടുതലായിരിക്കും. 3s എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ് 2p കൂടുതൽ എനർജി. അതുപോലെ 3p എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 3s കൂടുതൽ എനർജി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, ഈ 1s എന്ന് പറയുന്നത് K ഷെല്ലാണ്, 2sഉം 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലായ L ആണ്. അതുപോലെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലാണ്. M എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഷെല്ലാണ്. അതിൻ്റെ അകത്തുള്ള സബ് ഷെല്ലാണ് 3sഉം 3pയും 3dയും. അതുപോലെ N എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നാലാമത്തെ ഷെല്ലാണ്. അതിൻ്റെ അകത്തെ സബ് ഷെല്ലാണ് 4sഉം 4pയും. പിന്നെ നമ്മൾ ഇനിയിപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് കിടക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഡയഗ്രാം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം 3s ഉണ്ട്, 3p ഉണ്ട്. പിന്നീട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വരുന്ന ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക അടുത്ത ഷെല്ലായ 4sലായിരിക്കും. അതിനുശേഷമായിരിക്കും 3dയിലേക്ക് ഫില്ല് ചെയ്യാൻ. മനസ്സിലായോ? എനർജി ലെവൽ കൂടുന്നതിന് അനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോവുക. അപ്പോൾ ഈ 3p ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫില്ല് ചെയ്യുന്നത് ഈ തേർഡ് ഷെല്ലിലെ തന്നെ 3d ആയിരിക്കില്ല, പകരം 4s ഫില്ല് ചെയ്തിട്ടായിരിക്കും 3d ഫില്ല് ചെയ്യുന്നത്. ആ സെയിം സാധനം ഈ ഒരൊറ്റ ഡയഗ്രാം പഠിച്ചാൽ കിട്ടും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 3p കഴിഞ്ഞിട്ട് എന്താണ്, 3p കഴിഞ്ഞിട്ട് 4s ആണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം ഇങ്ങനെ നമ്മൾ പഠിക്കാം. ആരോസ് ഇങ്ങനെ കൊടുക്കുക, 1s ഫില്ല് ചെയ്യും, 2s ഫില്ല് ചെയ്യും, 2p 3s. അതിനുശേഷം 3p എന്ന് പറയുന്നത് തേർഡ് ഷെല്ലിലെ സബ് ഷെല്ലാണ്. അതിനുശേഷം 4s ആണ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം 4s ഫില്ല് ചെയ്യും. 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് വീണ്ടും തേർഡ് ഷെല്ലിലെ 3d ഫില്ല് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. മൂലകങ്ങളിലെ അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് സബ് ഷെല്ല് എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം S, P, D, F. നമുക്കറിയാം ഈ ഒരു പേരിൽ തന്നെ പീരിയോഡിക് ടേബിളിൻ്റെ അകത്തും ഗ്രൂപ്പുകളുണ്ട് അല്ലേ. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ല, ബ്ലോക്കുകളുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഈ പറഞ്ഞ സബ്ഷെല്ലിൻ്റെ കേസിൽ എന്താണ് SPDF എന്ന് പറഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, അതുപോലെ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ, ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ. ഈ പി എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പി എന്ന് പറഞ്ഞത് എന്താണ്, സബ്ഷെല്ലിൻ്റെ അകത്ത് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3D പാത്തിലാണ് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാന ഊർജ്ജ നിലകളിലെ അഥവാ ഷെല്ലുകളിലെ ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യതയുള്ള മേഖലകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റലുകൾ. പറഞ്ഞത് പുതിയൊരു കൺസെപ്റ്റാണ് പറയുന്നത്, ഓർബിറ്റല്ല, ഓർബിറ്റൽ. ഓക്കെ, എന്താണ് ഓർബിറ്റൽ? ഓർബിറ്റലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ന്യൂക്ലിയസിൻ്റെ കേസ് പറഞ്ഞല്ലേ, ന്യൂക്ലിയസിൻ്റെ കേസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഷെല്ല് അഥവാ ഓർബിറ്റിൻ്റെ കേസ് പറഞ്ഞു, സബ് ഷെല്ലിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് പുതിയൊരു കാര്യമാണ്, ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. എസ് സബ് ഷെല്ലിൽ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണ്. എസ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗോളാകൃതിയാണ്, സ്പെറിക്കൽ ഷേപ്പാണ്. ഓരോന്നിനും ഷേപ്പ് ഉണ്ട്, അതൊക്കെ ചോദിച്ചേക്കാം. ഈ പറഞ്ഞ SSC പോലുള്ള എക്സാമ്പിൾക്ക് ചോദിക്കുന്നുണ്ട്, കേരള PSCക്കും ചോദിച്ചേക്കാം. എസ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോളാകൃതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ പി സബ് ഷെല്ലിൻ്റെ ഷേപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡംബൽ ഷേപ്പാണ്. നമുക്കറിയാം എസിൻ്റെ അകത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്, നമ്മൾ മുമ്പേ പറഞ്ഞാണല്ലോ ഒരു കാര്യമുണ്ട്, എസിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ എസിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ പിക്കകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ ഡിക്കകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ
എഫിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മാക്സിമം 14 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ അകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 2, പിക്കകത്ത് 6, 4ൻ്റെ ഇൻക്രിമെൻ്റ് ആണ് ഇവിടെ എല്ലായിടത്തും നടക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും, 4 വെച്ചാണ് കൂടുന്നത്. 2, 6, 10, 14 വെച്ചിട്ട് അങ്ങനെയാണ് ഇവ ഇൻക്രീസ് ആവുന്നത്. എസ് സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. അപ്പോൾ എസിൻ്റെ അകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാകും? 2 എണ്ണമേ ഒറ്റ ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പിക്കകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാകാം? 3 എണ്ണം ഉണ്ടാകാം അല്ലേ? കാരണം ഒറ്റ ഓർബിറ്റലിൻ്റെ അകത്ത് എത്ര എണ്ണത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും? 2 ഇലക്ട്രോൺസിനല്ലേ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പിക്കകത്ത് എത്ര എണ്ണത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ എത്ര ഓർബിറ്റൽ ഉണ്ടാകും? അതായത് പിക്കകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ്. 3 ഓർബിറ്റൽ ഉണ്ടാകും. ആ 3 ഓർബിറ്റലാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 ഓർബിറ്റലാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഡിക്കകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടാവാം? 10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിയുടെ വാല്യൂ ഡിക്കകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 10 ഇലക്ട്രോൺ. അപ്പം 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം 5 ഓർബിറ്റൽ ഉണ്ടാകാം ഡിക്കകത്ത്. എഫിൻ്റെ അകത്ത് 7 ഓർബിറ്റൽ ഉണ്ടാകാം. ഓക്കെ, ഇവയൊക്കെ ചോദിച്ചേക്കാം. പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ്. അതുപോലെ ഡി സബ്ഷെല്ലിൻ്റെ ഇത് പി ആണ്. പി സബ്ഷെല്ലിൻ്റെ ഷേപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സബ്ഷെല്ലിൻ്റെ ഷേപ്പ് എന്താണ്? ഡംബലിൻ്റെ ഷേപ്പാണ് പി സബ്ഷെല്ലിന് ഉണ്ടാവുക. അതുപോലെ ഡി സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം ഓൾറെഡി പറഞ്ഞു 5 ആയിരുന്നു. അതുപോലെ തന്നെ ഡി സബ്ഷെല്ലിൻ്റെ ആകൃതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഡംബലിൻ്റെ ഷേപ്പാണ് എന്തിനുള്ളത്? ഈ പറഞ്ഞ ഡി ഓർബിറ്റലിന് ഉണ്ടാവുക. അതുപോലെ എഫ് സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആണ്. ഓക്കെ, എല്ലാ ഷെല്ലുകളിലും പൊതുവായ സബ്ഷെല്ല് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എസ് ആണ്. എല്ലാ സബ്ഷെല്ലിലും ഉള്ള പൊതുവായ ഷെല്ല് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ആണ്. നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്ന് ക്ലിയർ ആവും. എല്ലാ സബ്ഷെല്ലിലും ഏത് സബ്ഷെല്ല് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ളത് എസ് എന്നുള്ള സബ്ഷെല്ല് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കേസിൽ ഇപ്പോൾ 3p 1s 2s 3p 4p ആ ഡയഗ്രത്തിനകത്ത് കണ്ടല്ലോ എന്നൊക്കെ നമ്മൾ എഴുതും. എന്താണ് അത് അർത്ഥമാക്കുന്നത്? 3p എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് ഷെൽ നമ്പരും, അതായത് 3ാമത്തെ ഷെല്ലാണല്ലോ ഏത്? എം. ആ എമ്മിനെയാണ് 3 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എമ്മിന് പകരമാണ് നമ്മൾ 3 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. 3p എന്നതിൽ 3 എന്നത് ഷെൽ നമ്പരും p എന്നുള്ളത് സബ് ഷെല്ലിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഷേപ്പായിട്ട് സിമിലർ ആണ്. പക്ഷേ ഇത് ഒരെണ്ണം കൂടി ഇങ്ങനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഡംബലും കൂടെ തിരിച്ചിങ്ങനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഒരു ഡംബലും കൂടെ തിരിച്ചിങ്ങനെ വരയ്ക്കുക. ഇതാണ് ഡബിൾ ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, ഒരു ഫാനിൻ്റെ ഒരു ലീഫിൻ്റെ ഷേപ്പ്, അതിനാണ് ഡബിൾ ഷേപ്പ്. അപ്പം ഡംബൽ ഷേപ്പിന് എന്തിനുള്ളത്? ഡംബൽ ഷേപ്പ് പി സബ്ഷെല്ലിനും അതുപോലെ തന്നെ ഡബിൾ ഷേപ്പ് ആ ഡിക്കകത്ത് തന്നെ ഉണ്ട്. ഡിക്കകത്ത് ഡബിൾ ഡംബൽ ഉണ്ട്. അപ്പോൾ ആ പേരിൻ്റെ അകത്ത് തന്നെ കണക്ട് ചെയ്യുക. ഡിക്കകത്തുള്ളത് ഡിയുടെ ഷേപ്പ് ഡബിളിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓർബിറ്റലിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 2 ഇലക്ട്രോണിനെ ആയിരിക്കും. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാനില്ല, എന്നിരുന്നാൽ പോലും 10ലും +2 ലും ഒക്കെ പഠിക്കാനുണ്ട്. അതായത് ഈ പറഞ്ഞ എസ് ഓർബിറ്റലിൻ്റെ അകത്ത് എസ് എന്ന് പറയുന്ന ഓർബിറ്റിൻ്റെ അകത്ത് എസ് എന്ന് പറയുന്ന ഷെൽ അല്ലെങ്കിൽ സബ് ഷെല്ലിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. 2 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇത് പക്ഷേ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് പക്ഷേ ഈ പറഞ്ഞ നമ്മളൊരു ആറ്റം എടുക്കുകയാണ്. ആറ്റം എടുത്തു കഴിയുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് ഉണ്ട്. നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് കരുതുക.
ഈ വരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ ഒന്നും ആയിരിക്കണം എന്നില്ല. അതിപ്പം നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടല്ലോ, വടക്കാണോ തെക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ, കിഴക്ക് പടിഞ്ഞാറാണോ തെക്ക് വടക്കാണോ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിനൊക്കെ പ്രോബബിലിറ്റി ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് +2 പഠിക്കാനുള്ളൂ. ഇപ്പം ഇവിടെ ഒന്നും പഠിക്കാനില്ല, പ്രാഥമിക പരീക്ഷയ്ക്ക് അത് ചോദിക്കത്തുമില്ല. ഓക്കെ, ഈ പറഞ്ഞ ഓർബിറ്റലിൻ്റെ ഷേപ്പുകൾ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓർബിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് ആക്ച്വലി പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 1s എന്ന് പറയുന്ന സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസേ ഉള്ളൂ എന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷേ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടേ? അതെവിടെയാണോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തെക്കാണോ വടക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് പഠിക്കേണ്ട കാര്യം ഇല്ല ഇപ്പോൾ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ആ സബ് ഷെല്ലിൻ്റെ ഷേപ്പുകളൊക്കെ പഠിച്ചു വെക്കുന്നത്. ആ ഷേപ്പിനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇക്വേഷൻസ് ഫോം ചെയ്തെടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻസ് ഉണ്ട്, അത് നമുക്കിപ്പോൾ പഠിക്കാനില്ല. അതുകൊണ്ടാണ് ഈ ഷേപ്പൊക്കെ പഠിച്ചത്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 അതുപോലെ തന്നെ പി സബ് ഷെല്ലിൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 6, അതുപോലെ തന്നെ ഡിക്കകത്ത് 10, എഫിൻ്റെ അകത്ത് 14, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഷെല്ലും സബ് ഷെല്ലും തമ്മിലുള്ള ബന്ധം നോക്കിക്കണം. ഇവിടെ ഷെൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം അത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ആദ്യത്തെ ഷെൽ എടുക്കുക. ആദ്യത്തെ ഷെൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെൽ കെ ഷെൽ അഥവാ ഫസ്റ്റ് ഷെൽ. ഇതൊക്കെ എന്താണ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കെ എല്ലും എമ്മും ആണ്. കെ എൽ എം എൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം അറിയാലോ. ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ കെ ഷെല്ലിൻ്റെ അകത്ത് അഥവാ ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത്. അതനുസരിച്ചിട്ട് സബ് ഷെല്ലിൻ്റെ കൺസെപ്റ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ കറക്റ്റാണ്, 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ സബ് ഷെൽ എടുക്കുക. ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞു, രണ്ടാമത്തെ സബ് ഷെൽ അഥവാ എൽ എന്ന് പറയുന്ന സബ് ഷെൽ അല്ലല്ലോ, ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും? 8 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇനിയിപ്പോൾ സബ് ഷെല്ല് എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എങ്ങനെ ആയിരിക്കും നിറയുക? ആദ്യം 2s നിറയും, 2sൻ്റെ അകത്ത് 2 നിറയും. അതുപോലെ തന്നെ അതിനുശേഷം 2pക്കകത്ത് 6 നിറയും. രണ്ടിൻ്റെയും കൂടെ സമയം എത്രയാണ്? 8 തന്നെയാണ്. ബോറിൻ്റെ കൺസെപ്റ്റും അപ്പോൾ മാച്ച് ആവുന്നുണ്ട്. ബോറിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എല്ലിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ടത് 8 എണ്ണമാണ് അല്ലേ? 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. സബ് ഷെല്ലിൻ്റെ കൺസെപ്റ്റ് വന്നപ്പോഴും അത് തന്നെയാണ്. ഇനിയിപ്പോൾ എം ഷെല്ലിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് മാക്സിമം 18 ഇലക്ട്രോൺസ് ആണ്. സബ് ഷെല്ലിൻ്റെ കൺസെപ്റ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും സെയിം ഇത് തന്നെ വരും. 2, 6, 10. ഡിക്കകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ മൊത്തം 18 എണ്ണത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനിയിപ്പോൾ എൻ സബ് ഷെല്ലിൻ്റെ കേസ് അഥവാ 4th ഷെല്ലിൻ്റെ കേസിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് മാക്സിമം 32 ഇലക്ട്രോൺസ് ആണ്. 4s, 4p, 4d, 4f ഇവയിലായിട്ട് 32 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. 2, 6, 10, 14 എന്ന ക്രമത്തിൽ മൊത്തം 32 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. അപ്പോൾ ബോറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? കളഞ്ഞിട്ടില്ല. സബ് ഷെൽ എന്നുള്ള കൺസെപ്റ്റും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം കാര്യങ്ങൾ കുറച്ചൊരു ഐഡിയ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ സബ് ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഇതിനെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നു അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. ഇലക്ട്രോൺസ് വിന്യസിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എനർജി കുറഞ്ഞ ഓർബിറ്റിൽ നിന്ന് എനർജി കൂടിയ സബ് ഷെല്ലിലേക്ക്, എനർജി കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് എനർജി കൂടിയ സബ് ഷെല്ലിലേക്കായിരിക്കും ഇലക്ട്രോൺസ് നിറയുക. ഓക്കെ, അതുപോലെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ
സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലത്ത് വശത്ത് മുകളിൽ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയും ആയിരിക്കും. ഓക്കെ, ഇപ്പം 1s2 എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളത് ഷെൽ നമ്പറും എസ് എന്നുള്ളത് സബ് ഷെല്ലിൻ്റെ നമ്പറും അതുപോലെ തന്നെ ആ 1s2 ഇങ്ങനെ, അതായത് 1s2 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 എന്നുള്ളത് എന്താണ്? ഷെല്ലിൻ്റെ നമ്പർ. ഈ പറഞ്ഞ ഇതെന്താണ്? ഇത് സബ് ഷെല്ലിൻ്റെ നമ്പറാണ് അല്ലേ. എസ് എന്നുള്ളത് സബ് ഷെല്ലിൻ്റെ നമ്പറാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന 2 എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. അതാണ് ഉദ്ദേശിച്ചത് 1s2. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലത്തെ സംഖ്യ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാനുണ്ട്. അതായത് കുറച്ചധികം മൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, 7 എന്നുള്ള കാര്യം അറിയാം. ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതിനുശേഷം ഈ പറഞ്ഞ ഡയഗ്രാം നമുക്ക് പഠിച്ചു വെക്കണം. ഈ ഒരു ഡയഗ്രാം മാത്രം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡയഗ്രത്തിൻ്റെ അകത്ത്, ഈ പറയുന്ന ഡയഗ്രത്തിൻ്റെ അകത്ത് ആദ്യം 1s ആയിരിക്കും ഫില്ലാവുക. 1s ആദ്യം ഫില്ലാവും. 1sൻ്റെ അകത്ത് എസിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്. അപ്പം ആ 2 എന്നുള്ളത് ഇവിടെ എഴുതി, 1s2 എന്നുള്ളത് ഇവിടെ എഴുതി. അതിനുശേഷം രണ്ടാമത്തേത് 2s എന്നുള്ള സബ് ഷെല്ലായിരിക്കും നിറയെ. എസിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത് 2 മാക്സിമം, 2s2 എന്നുള്ളത് എഴുതി. അതിനുശേഷം ഫില്ലാവേണ്ടത് ഏതാണ്? അതിനുശേഷം ഫില്ലാവേണ്ടത് ഇവിടെ 2pക്കകത്ത് മാക്സിമം 6 എണ്ണം ഇൻക്ലൂഡ് ചെയ്യുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും നമുക്കിവിടെ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് ഇവിടെ 3 എണ്ണം മതി. അപ്പോൾ തന്നെ 2 പ്ലസ് 3 എന്തായി? 7 ആയി. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അഥവാ നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അധികം സമയം കളയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് ക്ലോറിൻ്റെയും ആർഗൻ്റെയും ചെയ്ത് നോക്കാം. ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. അതായത് 1s2, 2s2, 2p6, അതിനുശേഷം 3s2, അതിനുശേഷം 3p5. അതുപോലെ തന്നെ ആർഗൻ്റെ കേസിൽ 1s2, 2s2, 2p6, 3s2, അതുപോലെ തന്നെ 3p6. ഇതായിരിക്കും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഈ ഒരു ഡയഗ്രാം, ഒന്നെങ്കിൽ ഈ ഒരു ഡയഗ്രാം, അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം, ഇത് പഠിച്ചു വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നോക്കാനുള്ളത് സബ് ഷെല്ലുകളും അവയുടെ ഊർജ്ജവും. നമ്മൾ ഓൾറെഡി ഈ ഗ്രാഫൊക്കെ കണ്ടതാണ്, എന്നാൽ പോലും 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സബ് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം 1s, 2s, 1s which is less than 2s, which is less than 2p, which is less than 3s, അങ്ങനെ 3s, 3p, 4s, 3d, 4p, ഇങ്ങനെയായിരിക്കും ആ ഒരു ഓർഡർ പോകുന്നത്. ഏറ്റവും കുറവ് എനർജി ഉള്ളത് 1sനായിരിക്കും. ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് 4pക്ക് ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം. ഓക്കെ, എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമുള്ള ഇലക്ട്രോൺ എൻ ഷെല്ലിലെ 4s നിറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഊർജ്ജം കൂടിയ 3Dയിൽ നിറയുക. ഇത് നമ്മൾ മുമ്പേ ഗ്രാഫിൻ്റെ അകത്തും കണ്ടതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൻ്റെ അകത്തും തന്നതാണ്. പിന്നെ ഞാൻ ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു ടേബിളിൻ്റെ അകത്തും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. 1s നിറയും, അതിനുശേഷം 1s നിറയും, 2s നിറയും, അതിനുശേഷം 2p നിറയും, അതിനുശേഷം 3s, 3p. ആ 3pയിൽ തന്നെ മറ്റൊരു സബ് ഷെല്ലുണ്ട് 3d. അത് നിറയുന്നതിന് മുമ്പ് 4th ഷെല്ലിലെ 4s എന്നുള്ള സബ് ഷെല്ല് നിറഞ്ഞതിന് ശേഷമായിരിക്കും വീണ്ടും തേർഡ് ഷെല്ലായ തേർഡ് ഷെല്ല് അഥവാ എമ്മിൻ്റെ അകത്തെ 3d നിറയുക. അത്രേ ഉള്ളൂ. ഓക്കെ, എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമുള്ള ഇലക്ട്രോൺ എൻ ഷെല്ലിലെ 4s നിറഞ്ഞതിന് ശേഷം മാത്രം ഊർജ്ജം കൂടിയ 3Dയിൽ നിറയും. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എനർജി ലെവലും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ, അതായത് 3Dയെക്കാട്ടിലും എനർജി കുറവാണ് 4sന്, 3Dയെക്കാട്ടിലും എനർജി കുറവാണ് 4sന്. അതുകൊണ്ടാണ് 4s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം 3D ഫില്ലാവുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. പൊട്ടാസ്യം അതിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും: 1s2, 2s2, 2p6,
3s2 3p6 4s1. ആ 3p3pയിൽ 6 ഉണ്ട്. ആ എക്സ്ട്രാ വന്ന ഈ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇതെവിടാ ഫില്ലായത്? ഈ വന്ന ഒരു ഇലക്ട്രോൺ ഫില്ലായത് തേർഡ് ഷെല്ലിലെ തന്നെ ലാസ്റ്റ് സബ്ഷെല്ലായ 3Dയിലല്ല, പകരം ഫോർത്ത് ഷെല്ലിലേക്ക് പോയി. ഫോർത്ത് ഷെല്ലിലെ എവിടെ ഫില്ലായി? ഫോർത്ത് ഷെല്ലിലെ 4s എന്നുള്ള സബ്ഷെല്ലിലാണ് ഫില്ലായത്. അപ്പം മുമ്പേ പറഞ്ഞ ടേബിൾ പഠിക്കുക. അതുപോലെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കിയാലും കാര്യം ക്ലിയർ ആവും. 3p ഫില്ലായതിനു ശേഷം 3p ഫില്ലായതിനു ശേഷം ഫില്ലാവുന്നത് 4s ആണ്. അതിന് ശേഷമാണ് എന്ത് ഫില്ലാവുന്നത്? 3D ഫില്ലാവുന്നത്. ഓക്കെ, ഇനിയിപ്പം പറയാൻ പോകുന്നത് സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയാൻ പോകുന്നത്. അതിൻ്റെ അറ്റോമിക് നമ്പർ 21ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോഴേ കൃത്യം മനസ്സിലാവുള്ളൂ. 1s നമ്മൾ സാധാരണ രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1s2 2s2 2p6 3s2 അതിനുശേഷം 3p6 അതിനുശേഷം 4s2 3d1 എന്നായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോഴത്തേക്ക് 21 ആറ്റം ഫില്ലാവും. അതായിരിക്കും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുക. പക്ഷേ നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വേണം എഴുതാൻ. അതായത് 3 എന്നുള്ള ഷെല്ല് നിറഞ്ഞതിന് ശേഷം വേണം എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞ നാലാമത്തെ ഷെല്ല് എഴുതാൻ, അതായത് 4s2 എന്നുള്ളത് എഴുതുവാൻ വേണ്ടിയിട്ട്. അറിയാലോ ഈ പറഞ്ഞ ഇതെന്താണ്? ഈ പറഞ്ഞത് ഫസ്റ്റ് ഷെല്ലാണ് അല്ലേ? ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ല്, KLMN. ഓക്കെ, K തൊട്ട് N വരെയുള്ള ഷെല്ലുകൾ. ഇതിൻ്റെ അകത്ത് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കാണാപ്പാടം പഠിക്കണം എന്ന് പറഞ്ഞ ടേബിൾ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വേണം വരാൻ, ഇത് അവിടെയും ഇതിപ്പുറത്തും വേണം വരാൻ. പക്ഷേ നമ്മുടെ എഴുതുന്ന മെത്തേഡ് വെച്ചിട്ട് ഫില്ലാവുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, റിയൽ കൺസെപ്റ്റിൽ ഫില്ലാവുന്നത് ഈ ടേബിൾ അനുസരിച്ചിട്ട് ആണ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആണ് എന്നുണ്ടെങ്കിലും, എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം എഴുതുവാൻ. ആ പറഞ്ഞ മൂന്നാമത്തെ ഷെല്ല് മുഴുവൻ ഫില്ലാക്കിയതിന് ശേഷം വേണം നാലാമത്തെ സബ് ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എഴുതുവാൻ വേണ്ടിയിട്ട്. ഊർജ്ജക്രമം അനുസരിച്ചിട്ട് 4s കഴിഞ്ഞാണ് 3D വരുന്നത് എങ്കിലും ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 3D, 4s എന്ന രീതിയിൽ വേണം രേഖപ്പെടുത്തുവാൻ. ഓക്കെ, അതാണ് പറഞ്ഞത്. അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിൻ്റെ തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ചുകൊണ്ട് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം എഴുതിയാൽ മതി. അപ്പം നമ്മൾ നെറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുക. അറ്റോമിക് നമ്പർ കൂടിയ എലമെൻസിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയായിരിക്കും കാണുക, മൊത്തം വലിച്ചു നീട്ടി എഴുതാറില്ല. ഇപ്പം ആർഗണിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആർഗണിൻ്റേത് 18 എന്നറിയാം. അപ്പം തൊട്ടടുത്തുള്ള ഷെല്ലിൻ്റെ കേസും കൂടെ എഴുതിയാൽ മതി. അതായത് 4s1 എന്നുള്ള ആർഗൺ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിക്കൊണ്ട് 4s1 എന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെയാണ് ബാക്കി അറ്റോമിക് നമ്പർ കൂടിയ എലമെൻസിൻ്റെ കേസുകൾ എല്ലാം തന്നെ. ഓക്കെ, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോഴത്തേക്ക് എക്സെപ്ഷൻസ് ഉള്ള 2 കേസുണ്ട്, 2 ആൾക്കാരുണ്ട്. അത് ക്രോമിയവും കോപ്പറുമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻസ് ആണ് അഥവാ മൂലകങ്ങളാണ് ക്രോമിയവും കോപ്പറും. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ എഴുതുന്നതും ആക്ച്വലി നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ച ആ ടേബിളൊക്കെ വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയം 24 അറ്റോമിക് നമ്പർ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും വരിക. 1s2 2s2 2p6 3s2 3p6 4s2 3d4 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പക്ഷേ ഇങ്ങനെയായിരിക്കും നടക്കുക. 1s2 2s2 2p6 3s2 3p6 3d5 4s1 ഇങ്ങനെയായിരിക്കും നടക്കുക. എണ്ണിക്കഴിയുമ്പോഴത്തേക്ക് അതും 24 തന്നെ ആയിരിക്കും. ഇവിടുത്തെ മുകളത്തെ ഇലക്ട്രോൺസ് എല്ലാം കൂടെ എണ്ണിക്കഴിഞ്ഞാൽ 24, ഇവിടുത്തെ മുകളത്തെ ഇലക്ട്രോൺസ് എല്ലാം കൂടെ എണ്ണിക്കഴിഞ്ഞാലും 24. ഇങ്ങനെയായിരിക്കും പക്ഷേ ഫില്ലാവുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ പറഞ്ഞ തേർഡ് ഷെല്ല് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നാലാമത്തെ ഷെല്ല് ഫില്ലാവുക അല്ലേ. 3s 3p 3d എന്നൊക്കെ ഉള്ളത് എന്താണ്? 3 എന്നുള്ള, അതായത് M എന്നുള്ള ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് 3s 3p 3d. 4s എന്നുള്ളത് അടുത്ത ഷെല്ലാണ്, 4s 4p 4d ഒക്കെ അടുത്ത ഷെല്ലാണ്.
അപ്പം ഈ 3Dക്കകത്ത് ഈ ഷെല്ലിൻ്റെ അകത്ത് ക്രോമിയത്തിൻ്റെ കേസിലും കോപ്പറിൻ്റെ കേസിലും ഉള്ള പ്രത്യേകത ഇത് സ്റ്റേബിളാണെന്ന് പറഞ്ഞല്ലോ. ക്രോമിയം കോപ്പറും സ്റ്റേബിളാണ്. ഇത് സ്റ്റേബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ ഡി ഷെല്ലിൻ്റെ അകത്ത് അത് മാക്സിമം ഈ ഒരു എലമെൻ്റ് പ്രത്യേകതയാണ്. അത് മാക്സിമം ഒന്നുകിൽ 5 എണ്ണം അതുമല്ല എന്നുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനായിട്ട് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി ഉണ്ടാകും. ക്രോമിയത്തിനും കോപ്പറിൻ്റെ കേസിലും. ക്രോമിയത്തിൻ്റെ കേസിൽ അത് 5ഉം കോപ്പറിൻ്റെ കേസിൽ അത് 10ഉമാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഡി ഷെല്ലിൽ ഒന്നെങ്കിൽ ഡി ഷെല്ലിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? ഡി ഷെല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 10 അല്ലേ? 11ാമത് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അത് അടുത്ത സബ് ഷെല്ലിലേക്ക് പോകും. അപ്പോൾ ഡി ഷെല്ലിനകത്ത് മാക്സിമം അതുമല്ല എന്നുണ്ടെങ്കിൽ നേർപകുതി ഇലക്ട്രോൺസ് ആണ് ഫില്ലായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എലമെൻറ്റ് സ്റ്റേബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് കോപ്പറിനും അതുപോലെ ക്രോമിയത്തിനും എക്സെപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോൺ വിന്യാസം ഇതാണ്. നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്നത് ഇതാണ്. ഓക്കെ, കാരണം എന്താണ്? ഈ 3D5 അതായത് 3D5 എന്ന് പറഞ്ഞാൽ ആ ഡിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് 10 അതിൻ്റെ നേർപകുതി. ഒന്നുകിൽ മാക്സിമം അല്ലെങ്കിൽ നേർപകുതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു എലമെൻറ്റ് സ്റ്റേബിൾ ആയിരിക്കും. 5 എന്നുള്ളത് 10ൻ്റെ നേർപകുതിയാണ്, അപ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതായിരിക്കും. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ കോപ്പറിൻ്റെ കേസ് നോക്കുക. കോപ്പറിൻ്റെത് 29 അറ്റോമിക് നമ്പർ. ഇസഡ് എന്ന് പറയുന്നത് 29 അതിൻ്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഇങ്ങനെയായിരിക്കും എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും 1s2 2s2 2p6 3s2 3p6 4s2 3d9. ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയായിരിക്കും 1s2 2s2 2p6 3s2 3p6 3d10 4s1. കാരണം ഇത് സ്റ്റേബിൾ എലമെൻ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഡി എന്ന് പറയുന്ന സബ് ഷെല്ല് മാക്സിമം ഫില്ലാവും, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഓക്യുപ്പൈ ചെയ്യും. 10 ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ, 10 ഉൾക്കൊണ്ടു. അങ്ങനെ അത് എലമെൻറ്റ് സ്റ്റേബിളായി. അതിനുശേഷമാണ് 4s1 ഫില്ലാവുക. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതാണ് അതിൻ്റെ എക്സെപ്ഷൻസ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, ആ ഒരു ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിൾ അതിൻ്റെ ഒരു ടേബിൾ ഉണ്ടല്ലോ, ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ആ ടേബിൾ, അത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. എക്സെപ്ഷൻസ് ഉള്ളത് എന്താണ്? ഈ പറഞ്ഞ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസ് മാത്രമായിരിക്കും. എവിടെയാണ് ചേഞ്ചസ് വരിക? പറഞ്ഞ ഡി സബ്ഷെല്ലിനകത്താണ് ചേഞ്ച് വരിക. അതൊന്നെങ്കിൽ പകുതിയായിരിക്കും, അതിൻ്റെ കപ്പാസിറ്റിയുടെ പകുതിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി ഓക്യുപ്പൈ ചെയ്യും. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ കപ്പാസിറ്റി ഓക്യുപ്പൈ ചെയ്യും, 10 ഓക്യുപ്പൈ ചെയ്യും. ക്രോമിയം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കപ്പാസിറ്റി 5 ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെ ഡി സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. ഇനിയിപ്പോഴാണ് നമ്മൾ പീരിയോഡിക് ടേബിളിലേക്ക് കടക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും. ടെക്സ്റ്റിലെ കാര്യങ്ങളൊന്നും മിസ്സാക്കിയിട്ടില്ല, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഒരുപാട് എക്സാമ്പിൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതിൻ്റെ അകത്ത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കുകളും പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 ബ്ലോക്കാണുള്ളത്. നമുക്ക് സബ്ഷെൽ ഉള്ളതുപോലെ തന്നെ 4 ബ്ലോക്കാണ് ഉള്ളത്, SPDF. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഓക്കെ, അപ്പം എസ് ബ്ലോക്കിൻ്റെ കേസിൽ അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടന്നത് എവിടെയാണ്? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ആണ്. അതുപോലെ ഡി ബ്ലോക്കിൻ്റെ കേസിൽ ഡി എന്നുള്ള സബ്ഷെല്ലിലാണ്. പി ബ്ലോക്കിൻ്റെ കേസിൽ പി എന്നുള്ള സബ്ഷെല്ലിലാണ്. അതുപോലെ എഫ് ബ്ലോക്കിൻ്റെ കേസിൽ എഫ് എന്നുള്ള സബ്ഷെല്ലിൽ ആണ്. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഉൾപ്പെട്ട ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. അപ്പം പീരിയോഡിക് ടേബിളിൽ നിന്ന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 ചോദ്യങ്ങളാണ്. എത്ര ഗ്രൂപ്പുണ്ട്, എത്ര പീരീഡ് ഉണ്ട്? സ്ഥിരം ചോദിക്കും. എല്ലാവർക്കും കൺഫ്യൂഷനായി തെറ്റിച്ച് പോകാൻ ഒരുപാട് പേർക്ക് തെറ്റുന്നതാണ്, അത് ശ്രദ്ധിക്കും. അത് 18 ഗ്രൂപ്പാണുള്ളത്. ഈ പറഞ്ഞ വെർട്ടിക്കലായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ഗ്രൂപ്പ് എന്ന് പറയാം.
1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 18 വരെ ഉണ്ട്. എത്ര ഗ്രൂപ്പാണുള്ളത്? ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. എത്ര ഗ്രൂപ്പാണുള്ളത് ഒരു പീരിയോഡിക് ടേബിൾ, ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 18ആണ്. ഇനിയിപ്പം അതുപോലെ തന്നെ എത്ര പീരിയഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7ആണ്. ക്ലിയർ അല്ലേ? അപ്പം 18 ഗ്രൂപ്പുണ്ട്, 7 പീരിയഡ്സ് ഉണ്ട്. മറന്നു പോകരുത്, ഇത് ചോദ്യം വരും. 8ആണോ 17ആണോ എന്നൊക്കെ, 18ആണോ 7ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഓക്കെ, പീരിയഡ്സ് ആണ് കൂടുതൽ ഉള്ളത്, അല്ല പീരിയഡ്സ് ആണ് 7 ഉള്ളത്. പീരിയഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനു മുമ്പ് പീരിയഡ് അവിടെ കേട്ടിരിക്കുന്നത് സ്കൂളുകളിലാണ് അല്ലേ. സ്കൂളിൽ സാധാരണ എങ്ങനെയാണ്? മൊത്തം 7 പീരീഡാണ് സാധാരണ ഉണ്ടാവുക. 7 പീരീഡാണ്. ഒന്നെങ്കിൽ രാവിലെ 4 സെഷൻ, അതുപോലെ എന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് 3 സെഷൻ, അങ്ങനെ മൊത്തം 7 പീരീഡ്. അപ്പോൾ ആ ഒരു കാര്യം കണക്ട് ചെയ്യാം. പീരീഡ് ഉള്ളത് 7ആണ്, ഗ്രൂപ്പ് ഉള്ളത് 18ആണ്. പീരിയോഡിക് ടേബിളിൽ 1,2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഉൾപ്പെട്ട ബ്ലോക്കാണ്. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഉൾപ്പെട്ട ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. ഈ എസ് ബ്ലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. 1-2 ഗ്രൂപ്പിൻ്റെ കോമ്പിനേഷനെ ആയിരിക്കും നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുക. അപ്പോൾ എസ് ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ പറയാനുള്ളത് പി ബ്ലോക്ക്. ഈ കാണുന്നതാണ് എസ് ബ്ലോക്ക്, ഈ കാണുന്നതാണ് എസ് ബ്ലോക്ക്, ഈ കാണുന്നതാണ് പി ബ്ലോക്ക്. അതായത് 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സ്, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ആയിരിക്കും നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഉൾപ്പെട്ട ബ്ലോക്കാണ് പി ബ്ലോക്ക്. അതുപോലെ തന്നെ 3 മുതൽ 12 വരെ, 3 മുതൽ 12 വരെ ഉള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അതുകൂടാതെ എഫ് ബ്ലോക്ക് ഉണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് എഫ് ബ്ലോക്ക്. ലാന്തനൈഡ്, ഇതാണ് ലാന്തനൈഡ്, അതുപോലെ തന്നെ ആക്റ്റിനൈഡ്. ആക്ച്വലി എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. ഈ പറഞ്ഞ ലാന്തനൈഡ്സ് അതുപോലെ തന്നെ ആക്റ്റിനൈഡ്സ്, അവയ്ക്ക് ശേഷമുള്ള 14 എലമെൻറ്റ്സ് വീതം 2 റോയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയായിരിക്കും നമ്മൾ ലാന്തനൈഡ്സ് ആൻഡ് ആക്റ്റിനൈഡ്സ് എന്ന് വിളിക്കുക. ലാന്തനൈഡിനും ആക്റ്റിനൈഡിനും ശേഷമുള്ള 28 എലമെൻറ്റ്സിനെ 14 വീതം 2 റോകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയായിരിക്കും നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. ഈ കാണുന്നതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇത് മൊത്തം 28 ഉണ്ടാകും. ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിട്ടുപോയത്, നമ്മൾ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. എസ്, പി, ഡി, എഫ് ബ്ലോക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 18 ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. 7 പീരീഡ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എത്ര എലമെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ 118 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെയാണ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. 118 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, 118, 18, 7 മറക്കരുതാത്ത 3 നമ്പേഴ്സാണ്. 118, 18, 7. ലാന്തനൈഡ്സും അതുപോലെ തന്നെ ആക്റ്റിനോയിഡുകളും ഉൾപ്പെടുന്ന ബ്ലോക്കാണ് എഫ് ബ്ലോക്ക്, പറഞ്ഞല്ലോ. അതുപോലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്താം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ പീരിയഡ്, ഗ്രൂപ്പ് എന്നിവയൊക്കെ കണ്ടെത്താം. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ലിഥിയത്തിൻ്റെ കേസ് എടുക്കുക. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2 2s1 എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ഏത് ബ്ലോക്കിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിലായിരിക്കും ഇത് പെടുക. കാരണം ഏറ്റവും അവസാനം ഇലക്ട്രോൺസ് ഫില്ലായത് എസ് എന്നുള്ള സബ്ഷെല്ലിലാണ്, 2s1. അതുകൊണ്ട് തന്നെ ഇത് എസ് ബ്ലോക്കിൽ പെടും. ഇപ്പം മറ്റൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോപ്പർ തന്നെ എടുക്കാം. കോപ്പറിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരിക: 1s2 2s2 2p6 3s2 3p6 3d10 4s1. നമ്മൾ പഠിച്ച ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ഒരു ടേബിൾ വെച്ചിട്ട് 4s1 ഫില്ലായതിനു ശേഷമാണ് 3d10 ഫില്ലാവുന്നത്. 4s1 ഫില്ലായതിനു ശേഷമാണ് 3d10 ഫില്ലാവുന്നത്. ഏറ്റവും അവസാനം ഫില്ലായത് ഡി ആണ്, 3d ആണ്. അതുകൊണ്ട് അതെവിടെയാണ്? ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാ എക്സാമ്പിൾസും. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പറാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും അതിൻ്റെ പീരിയഡ് നമ്പർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം എടുക്കാം. 1s2 2s2 2p6 3s2 3p6 4s2. ഇതിൻ്റെ ബാഹ്യതമ ഷെല്ല് ഏതാണ്? ഏറ്റവും വലുത്തെ ഷെല്ല് 4 അഥവാ 4 എന്നുള്ള ഷെല്ല് അഥവാ N എന്നുള്ള ഷെല്ല്.
ഇങ്ങോട്ട് എഴുതി. അപ്പം 4 ആണ്, അതായത് 4 ആണല്ലോ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പീരിയഡ് നമ്പർ എത്ര ആയിരിക്കും? 4 തന്നെയായിരിക്കും ഇതിൻ്റെ പീരിയഡ് നമ്പർ. അതുപോലെ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന ബാക്കി എക്സാമ്പിൾസ്. ഇനിയിപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ടാകും എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെല്ലാം. അതായത് 1, 2 ഗ്രൂപ്പിൽപ്പെടുന്ന എലമെൻറ്റ്സിന് കുറച്ചധികം കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ എലമെൻസിൻ്റെ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതായത് 1, 2 വരുള്ളൂ. ഒന്നുകിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെട്ടവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇതാണല്ലോ ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന നമ്മൾ മറ്റൊരു പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ആൽക്കലി ലോഹങ്ങൾ അഥവാ ആൽക്കലി മെറ്റൽസ് എന്നും, അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുമായിരിക്കും. അതായത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നുമായിരിക്കും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ വിളിക്കുന്നത്. 1ഉം 2ഉം ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എന്ത് തന്നെയാണ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് തന്നെയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവം കാണിക്കുന്നവ ആണ്. ബേസിക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് pH 7 കൂടുതൽ ആയിരിക്കും. അതാണ് എസ് ബ്ലോക്ക് എലമെൻ്റ് പ്രത്യേകത. ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന സ്വഭാവമായിരിക്കും അതിന് ഉണ്ടാവുക. ഓക്സിഡേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിഡക്ഷൻ ഉണ്ട്. ഓക്സിഡേഷൻ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റിഡക്ഷൻ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അപ്പം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ രണ്ട് എലമെൻറ്റ്സ് ചേർന്നിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുവാനായിരിക്കും ശ്രമിക്കുക. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് അത് സ്റ്റേബിൾ ആകുവാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു അഥവാ ഓക്സിഡൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞല്ലോ, ഈ പീരിയഡും ഗ്രൂപ്പും പോലെ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഓക്സിഡേഷനും റിഡക്ഷനും. ഒരു എലമെൻറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ഓക്സിഡേഷൻ എന്നായിരിക്കും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഫ്ലൂറിൻ പോലെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അത് കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് റിയാക്ഷൻ നടത്തുന്ന ആരുമായിട്ടാണോ അയാളിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് സ്റ്റേബിൾ ആക്കുവാൻ വേണ്ടി ശ്രമിക്കും. അത്തരം കെമിക്കൽ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്നത് റിഡക്ഷൻ റിയാക്ഷൻ എന്നായിരിക്കും. ഓക്സിഡേഷനുണ്ട്, റിഡക്ഷനുണ്ട്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷനും, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിഡക്ഷനും. അപ്പം ഇതിങ്ങനെ ഓർത്താൽ മതി. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുകൊടുക്കുകയാണ് അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തത് കൊണ്ട് മേടിക്കുകയാണ്. അപ്പം നമ്മൾ കടം മേടിക്കുകയാണെന്ന് കരുതുക. കടം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്മുടെ അഭിമാനം പണയം വയ്ക്കുന്ന ആ ഒരു സമയത്തിലാണല്ലോ നമ്മൾ കടം മേടിക്കേണ്ടി വരിക. എല്ലാ കേസും അങ്ങനെയല്ല, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുകയാണെന്നുള്ള കാര്യം വിചാരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിഡക്ഷനാണ്. സ്റ്റേബിൾ ആക്കുവാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസിനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിഡക്ഷനാണ്. വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷനാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രൂപീകരിക്കുന്ന ബന്ധനം അറിയപ്പെടുന്ന അഥവാ ബോണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഉണ്ടാക്കുന്ന ബോണ്ടിൻ്റെ പേരാണ് അയോണിക് ബോണ്ട് അഥവാ അയോണിക ബന്ധനം. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസാണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തന വേളയിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1ഉം, അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2ഉം ആയിരിക്കും. ഈ പറഞ്ഞ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ഇനി പറയുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം
നോക്കുക, ഈ പറഞ്ഞാണ് പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ. അതായത് ലോഹ സ്വഭാവം കൂടുതലുണ്ടാവും, അതുപോലെ തന്നെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും, അയണൈസേഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതൽ ആയിരിക്കും. മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവായിരിക്കും, ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുന്ന കപ്പാസിറ്റി കുറവായിരിക്കും, പകരം ഇലക്ട്രോൺസിനെ കൊടുക്കുവാനുള്ള കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആയിരിക്കും ഇവയ്ക്ക് കൂടുതൽ. എസ് ബ്ലോക്ക് എലമെൻസിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിൻ്റെ വാലൻസി, അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അയോണുകളുടെ പ്രതീകം, അതുപോലെ തന്നെ ഓക്സൈഡുകളുടെ രാസസൂത്രം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാലൻസി 1ഉം സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി 2ഉമാണ്. വാലൻസി എന്താണെന്നുള്ള കാര്യം അറിയാലോ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെയായിരിക്കും നമ്മൾ വാലൻസി എന്ന് പറയാം. കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ആവുന്നത് ഈ പറഞ്ഞ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഇതിൻ്റെ ഓക്സീകരണ അവസ്ഥ നമ്മൾ +1 എന്ന് എഴുതും. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എന്തായിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ നമ്മൾ എഴുതുക +2 എന്നായിരിക്കും എഴുതുക. ഇവിടെ എന്തെഴുതും, +2 എന്നെഴുതും അല്ലേ, ഇവിടെ +2 എന്നെഴുതും. അതുപോലെ തന്നെ അയോണുകളുടെ പ്രതീകം നമ്മൾ എഴുതുക. ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ X+ എന്ന് എഴുതിയാൽ മതി, X+, കാരണം ഒറ്റ അയോണല്ലേ ഉള്ളൂ, X+. അതുപോലെ ഓക്സൈഡുകളുടെ രാസസൂത്രം X2O എന്നുള്ളതായിരിക്കും, ഇതിൻ്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല. ഇനിയിപ്പം രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ഓക്സൈഡിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് YO എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, YO. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവേ. അടുത്തായിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഇനിയിപ്പോൾ നമുക്ക് മുമ്പേ പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പൊട്ടാസ്യം എടുക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പൊട്ടാസ്യം എടുക്കാം. പൊട്ടാസ്യത്തിൻ്റെ സാധാരണ രീതിയിൽ ഓക്സിഡേഷൻ നമ്മൾ K2O എന്നാണ് മാർക്ക് ചെയ്യുക. ഇനിയിപ്പം രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് കാൽഷ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CaO എന്നായിരിക്കും മാർക്ക് ചെയ്യുക. ഇത് തന്നെയാണ് മുമ്പേ ആ ഫോർമുല ഒക്കെ വെച്ച് കാണിച്ചത്. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നും ഇതിൻ്റെ അകത്ത്. എന്താണ് ഇവിടെ YO എന്നായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ, ഇവിടെ നമ്മൾ YO എന്നായിരുന്നു മാർക്ക് ചെയ്തത്. അതായത് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കാൽഷ്യത്തിൻ്റെ കേസിൽ എന്തായിട്ട് മാറി, CaO എന്നായിട്ട് മാറി. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കേസിൽ എന്തായിരുന്നു, K2O ആയിരുന്നു. ഓക്കെ, ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, അല്ല വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നോക്കുള്ളത് P ബ്ലോക്ക് എലമെൻസ് ആണ്. P ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ല് P സബ്ഷെല്ല് ആയിരിക്കും. അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്നത്. P സബ്ഷെല്ലിൽ 1 മുതൽ 6 വരെയുള്ള ഇലക്ട്രോണുകൾ ഉണ്ടാകും. 1 മുതൽ 6 വരെ ഇലക്ട്രോൺസ് P സബ്ഷെല്ലിൻ്റെ അകത്ത് ഉണ്ടാകും. P ബ്ലോക്കിൻ്റെ അകത്ത്, P ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു P ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെൻസിനെ ആയിരിക്കും നമ്മൾ P ബ്ലോക്ക് എന്ന് വിളിക്കുക. 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് P ബ്ലോക്ക് തുടങ്ങുന്നത്. എവിടെ വരെ ഉണ്ടാവും, 18 വരെ ഉണ്ടാവും. ബാഹ്യതമ P സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ ലഭിക്കുന്നു. ബാഹ്യതമ P സബ്ഷെൽ, അതായത് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ബാഹ്യതമ P സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ ലഭിക്കുന്നു. ഇങ്ങനെയൊന്നും ചോദ്യം വരില്ല, ജസ്റ്റ് ഒന്ന് നോക്കും. അതായത് ഒരു മൂലകം നമ്മൾ എടുക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് കാർബണിൻ്റെ കേസ് എടുക്കുക. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക, 1s2 2s2 2p2 എന്ന് വരും. അപ്പോൾ എത്രയായി, 6 എണ്ണമായി. 1s2 2s2 2p2 എന്നാണ്. അതായത് എന്താ പറഞ്ഞത്, ബാഹ്യതമ P സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടുക. ഈ അവസാനം കിട്ടിയത് എത്രയാണ്, അവസാനത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ് അല്ലേ. ആ 2ൻ്റെ കൂടെ 12 കൂട്ടുക. 2ൻ്റെ കൂട്ടത്തിൽ 12 കൂട്ടുമ്പോൾ എത്രയാവും, 14 ആവും. 14 ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെയാണ് ബോറോണിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 13 എന്ന് കിട്ടും. ഓക്കെ, ബോറോൺ 13ാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റും കാർബൺ 14ാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റും ആണ്. P ബ്ലോക്ക് മൂലകങ്ങളിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അതായത് ലോഹം, അലോഹം, ഉപലോഹം, ഉത്കൃഷ്ട മൂലകങ്ങൾ അഥവാ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, അതുപോലെ തന്നെ നോബിൾ ഗ്യാസസ്.
മെറ്റലോയിഡ്സ് അഥവാ സെമി കണ്ടക്ടേഴ്സ്, അതായത് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സ്, അതാണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, നോബിൾ ഗ്യാസസ്, ഈ പറഞ്ഞ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ക്സിനോൺ, റെഡോൺ ആൻഡ് ഓഗ്നസോൺ, ഇവയൊക്കെയാണ് എന്താ ഈ പറഞ്ഞ നോബിൾ ഗ്യാസസ് എന്ന് അറിയപ്പെടുക. അതുപോലെ തന്നെ മെറ്റൽസ് ഉണ്ട്. മെറ്റൽസ് ആണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ മെറ്റൽസ് ആണ് ഈ പറഞ്ഞ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും എലമെൻറ്റ്സ് ചേരുന്നതായിരിക്കും പി ബ്ലോക്ക് എലമെൻറ്റ്സ്, 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ. ഇനിയിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പറയാൻ വിട്ടുപോയതാണ്, ഹൈഡ്രജൻ്റെ കേസ്. നമ്മൾ എസ്, പി, ഡി, എഫ് ബ്ലോക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കും. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇപ്പോൾ നോക്കും. അതുപോലെ ഗ്രൂപ്പുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്, അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഹൈഡ്രജൻ്റെ കേസ്, ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിലും പെടാത്ത എലമെൻറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനാണ്. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ് എന്നാണെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ ആൽക്കലി മെറ്റൽസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിഥിയം മുതൽ താഴോട്ടേ പറയാറുള്ളൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീഷ്യം, ഫ്രാൻഷ്യം എന്നേ പറയാറുള്ളൂ. ഒരിക്കലും ഹൈഡ്രജൻ്റെ പേര് പറയാറില്ല. അല്ലെങ്കിൽ ഹൈഡ്രജനെ നമ്മൾ 1ാമത്തെ ഗ്രൂപ്പിൽ പെടുത്തിയിട്ടില്ല. പ്രധാനമായിട്ടും ഹൈഡ്രജന് ഈ പറഞ്ഞ പോലെ തന്നെ മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയോ നോൺ മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയോ പലപ്പോഴും കാണിക്കുന്നില്ല. അതുപോലെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള ആളാണ് ഈ പറഞ്ഞ ഹൈഡ്രജൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹൈഡ്രജനെ എങ്ങും പെടുത്താതെ നിർത്തിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബിഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ഇതിനൊക്കെ എന്താണ് ആൽക്കലി എർത്ത് മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ് ആണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഈ ആൽക്കലി മെറ്റൽസിൻ്റെ യാതൊരുവിധ പ്രോപ്പർട്ടിയും ഈ പറഞ്ഞ ഹൈഡ്രജന് ഇല്ല. ഓക്കെ, അപ്പോൾ ഓർക്കുക, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളാണ് ഹൈഡ്രജൻ. ഇനിയിപ്പോൾ പി ബ്ലോക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഉള്ള മൂലകങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. അതായത് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. ഓക്കെ, പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് പൊതുവെ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് കാണിക്കുന്നത്, അഥവാ ഉയർന്ന അയണൈസേഷൻ പൊട്ടൻഷ്യലാണ് ഈ പറഞ്ഞ പി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കുന്നത്. അതുപോലെ പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആയിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എലമെൻറ്റ്സിൽ നിന്ന് ഇലക്ട്രോൺസ് സ്നാച്ച് ചെയ്യുക അല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും പി ബ്ലോക്ക് എലമെൻറ്റ്സിന്. പി ബ്ലോക്ക് എലമെൻറ്റ്സിന് കമ്പയർഡ് ടു നമ്മൾ ആദ്യം നോക്കിയ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ പീരിയോഡിക്, ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം 3rd ഗ്രൂപ്പിനും അതുപോലെ 12th ഗ്രൂപ്പിനും ഇടയ്ക്കാണ്. 3 മുതൽ 12 വരെ, 3 മുതൽ 12 വരെയുള്ള ഇതിനെയായിരിക്കും നമ്മൾ എന്ത് പറയുക, 3 മുതൽ 12 വരെയുള്ള ഈ ഒരു ഗ്രൂപ്പിനെയായിരിക്കും നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിക്കുക. ഡി ബ്ലോക്ക് മൂലകങ്ങൾ തുടങ്ങുന്ന പീരീഡ് 3ഉം അതുപോലെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അതായത് ഈ പറഞ്ഞ ക്രോമിയം എടുക്കുക, ക്രോമിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 6ആണ്. ക്രോമിയം പെടുന്നത് എവിടെയാണ്, 6 എന്നുള്ള ഗ്രൂപ്പിലാണ് ക്രോമിയം പെടുന്നത്. അപ്പോൾ ലാസ്റ്റ് രണ്ട് സബ് ഷെൽസിലെ ഇലക്ട്രോൺസിൻ്റെ സമ്മായിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതാണ് ഉദ്ദേശിച്ചത്. 5 + 1 അതാണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അവസാനത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്നത് ഒന്നുമില്ല, മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്, ഡി സബ് ഷെല്ലിലായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത് അവിടെയായിരിക്കും. ഈ മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ അതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏത് ബ്ലോക്കിൽ പെടുന്നവയാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് തന്നെയാണ് ഈ പറഞ്ഞ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് തന്നെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ ഓക്കെ, ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് സിങ്ക്, കാഡ്മിയം അതുപോലെ മെർക്കുറി എന്നിവ, ഈ പറഞ്ഞ 3 എണ്ണം
സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ വിളിക്കുന്ന പേരായിരിക്കും കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പം ഡി ബ്ലോക്ക് എലമെൻസിനെ എല്ലാം തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതിൻ്റെ അകത്ത് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് 3 പേരാണ്. കാരണം ട്രാൻസിഷൻ എലമെൻസിൻ്റെ അഥവാ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവ കാണിക്കുന്നില്ല. ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എല്ലാം ലോഹങ്ങളാണ്. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എല്ലാം തന്നെ ലോഹങ്ങളാണ്. ഇതൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അഥവാ ഓക്സീകരണ അവസ്ഥ നമുക്ക് നോക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ഒപ്പം തന്നെ ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി പങ്കെടുക്കുന്നു. ഓക്കെ, സാധാരണ കേസസിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്നത്. ഈ പറഞ്ഞ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ അവസാനത്തെ 2 സബ് ഷെല്ലിലെ ഇലക്ട്രോൺസും കൂടെ കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് ഇൻവോൾവ് ആകും. ഇലക്ട്രോൺ പൂരണം നടക്കുന്ന അതേ ക്രമത്തിലല്ല ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അതായത് ബാഹ്യതമ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ ആദ്യം നഷ്ടപ്പെടുന്നത്. ഇലക്ട്രോൺസ് ഫില്ലാവുന്ന അതേ ഓർഡറിലായിരിക്കില്ല ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഫെറസ് ക്ലോറൈഡ്, അതായത് FeCl2, അതുപോലെ തന്നെ ഫെറിക് ക്ലോറൈഡ് FeCl3. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതായത് ഫെറസ് ക്ലോറൈഡ് FeCl2ൽ ഇതിൻ്റെ ഓക്സീകരണ അവസ്ഥ Fe2+ ആണ്. Fe2+ അയോൺസ് ആണ്. അതുപോലെ തന്നെ ഫെറിക് ക്ലോറൈഡിൽ FeCl3ൽ ഫെറസിൻ്റെ ഓക്സീകരണ അവസ്ഥ Fe3+ ആണ്. ഒരേ എലമെൻറ്റ് തന്നെ, ഫെറസ് എന്നുള്ള ഒരേ എലമെൻറ്റ് തന്നെ ഹാലൈഡ് ആയിട്ടുള്ള ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് തരം ഓക്സീകരണ അവസ്ഥ, 2 തരം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് കാണിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എല്ലാം തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. അല്ലാതെ ഈ ഫോർമുല ഒന്നും കണ്ടു പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻ്റ് എല്ലാം തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. ഫെറസിൻ്റെ 26 അതിൻ്റെ അറ്റോമിക് നമ്പർ. അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും: 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. അതുപോലെ തന്നെ Fe2+ൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 3d6. ഈ പറഞ്ഞ ഈ ഇലക്ട്രോണാണ് കെമിക്കൽ റിയാക്ഷനകത്ത് പങ്കെടുത്തത്. ആദ്യത്തെ കേസിൽ FeCl2ൻ്റെ കേസിൽ ഈ ഒരു ഇലക്ട്രോണെയാണ് വിട്ടുകൊടുത്തത്. ഈ ഒരു ഇലക്ട്രോണാണ് ഓക്സിഡൈസ് ആയി പോയത്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ 4s എന്നുള്ള സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണാണ്. നോക്കിയേ, ഇവിടെ 2 എണ്ണം, ഇവിടെ എന്താണ്, ഈ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഫെറിക് ക്ലോറൈഡിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും: 1s2, 2s2, 2p6, 3s2, 3p6, 3d5. മൊത്തത്തിൽ 3 എണ്ണം നഷ്ടപ്പെട്ടു. അതായത് ഈ S2ൻ്റെ അകത്ത് 2 എണ്ണം അതേപടി പോയി. അതുപോലെ തന്നെ 3d6ൻ്റെ അകത്ത് ഒരെണ്ണം കൂടെ പോയി, 3d5 ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതാണ് Fe3+. 3 ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൻ്റെ അയോൺ Fe3+ ആയിട്ട് മാറി. ഓക്കെ, ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. അപ്പോൾ മുമ്പേ പറഞ്ഞ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. എന്താണ്? ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻസിൽ പലതും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. ഓക്കെ, ഫെറസ് ക്ലോറൈഡ്, ഫെറിക് ക്ലോറൈഡ്. ഫെറസ് ക്ലോറൈഡാണ് FeCl2, ഫെറിക് ക്ലോറൈഡാണ് FeCl3. ഇനിയിപ്പോൾ സംക്രമണ മൂലകമായ, അതായത് ട്രാൻസിഷൻ എലമെൻ്റായ മഗ്നീഷ്യം +2, +4, +6, +7 എന്നീ ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നു. ഫെറസിൻ്റെ അവസ്ഥയൊന്നുമല്ല, അതിനേക്കാളും കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഈ പറഞ്ഞ മഗ്നീഷ്യം കാണിക്കാറുണ്ട്. അതും ഡി ബ്ലോക്ക് എലമെൻറ്റ് തന്നെയാണ്. അതുപോലെ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ഡി സബ്ഷെല്ലിൻ്റെയും ഊർജ്ജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്.
ഓക്കെ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതാണ്, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ 2 സബ്ഷെല്ലും ഏറ്റവും അവസാനത്തെ 2 സബ്ഷെല്ലും സാധാരണ രീതിയിൽ കെമിക്കൽ റിയാക്ഷനകത്ത് പങ്കെടുക്കാറ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണ അവസ്ഥകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവ വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അവ കാണിക്കുന്നത്. ഇനിയിപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവാറും നിറമുള്ളവയായിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംക്രമണ മൂലകങ്ങളിൽ അയോണുകളുടെ സാന്നിധ്യം, ഈ പറഞ്ഞ Fe2+, Fe3+ തുടങ്ങിയ അയോൺസ് ഉണ്ടാവും. ഈ അയോൺസിൻ്റെ സാന്നിധ്യം മൂലമാണ് അവയ്ക്ക് കളറ് കാണിക്കുന്നത്. അപ്പോൾ കളേഴ്സ് കാണിക്കാനുള്ള കാരണം അതാണ്. ഇനിയിപ്പോൾ ട്രാൻസിഷൻ മൂലകങ്ങളുടെ കോമ്പൗണ്ട്സ്, സംക്രമണ മൂലകങ്ങളുടെ സംയുക്തവും നിറവും നമുക്ക് നോക്കാം. ചോദിക്കാറുണ്ട്, ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം എന്താണ്? തുരിശിൻ്റെ നിറം എന്താണ്? നീലയാണ്. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലയാണ്. കൊബോൾട്ട് നൈട്രേറ്റ്, അതിൻ്റെ നിറം ചുവപ്പാണ്. കൊബോൾട്ട് നൈട്രേറ്റിൻ്റെ നിറം ചുവപ്പാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, എല്ലാവർക്കും അറിയാം, പിങ്ക് കളറാണ്. അതുപോലെ തന്നെ ഫെറസ് സൾഫേറ്റിൻ്റെ നിറം ഇളം പച്ച നിറമാണ്. ഓർക്കേണ്ടത് ഫെറസ് സൾഫേറ്റ് പച്ച നിറം, അതുപോലെ കൊബോൾട്ട് നൈട്രേറ്റ് ചുവപ്പ് നിറം. അതുപോലെ ഗ്ലാസിന് നിറം നൽകുവാനും ഓയിൽ പെയിൻറ്റിങ്ങിനും അതുപോലെ ഈ പറഞ്ഞ സംക്രമണ മൂലക സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസിന് നിറം നൽകാനും ഓയിൽ പെയിൻറ്റിങ്ങിനൊക്കെ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുക. അതുപോലെ സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങൾ, എന്താണ് ഉൽപ്രേരകം? കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ട്രാൻസിഷൻ മെറ്റൽസ്, ഡി ബ്ലോക്ക് എലമെൻസും അവയുടെ കോമ്പൗണ്ട്സും എന്തായിട്ടും കൂടി ഉപയോഗിക്കുന്നു? കാറ്റലിസ്റ്റായിട്ടും ഉപയോഗിക്കുന്നു. അപ്പം ഇതൊരു നല്ലൊരു ചോദ്യമാണ്. കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ബ്ലോക്കിലെ എലമെൻസ് ആണ്? ഡി ബ്ലോക്ക് എലമെൻസ് ആണ്, ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ഇനിയിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകൾ അഥവാ ഉൽപ്രേരകങ്ങൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യം പറയും. 3 എണ്ണവും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 3 എണ്ണവും ചോദിച്ചിട്ടുണ്ട്. വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ കാര്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കോണ്ടാക്റ്റ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. കോണ്ടാക്റ്റ് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. എന്താണ് കോണ്ടാക്റ്റ് പ്രോസസ്സ്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്റ്റ് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ. അതുപോലെ ഹേബർ പ്രക്രിയയുണ്ട്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ സസ്യ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതി നിർമ്മിക്കുന്നു. വനസ്പതിയെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ഏത് ഗ്യാസ് സസ്യ എണ്ണയിൽ കൂടി പാസ് ചെയ്യുമ്പോഴാണ് വനസ്പതി ഉണ്ടാക്കിയെടുക്കുന്നത്? അടുത്തിടയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഏതാണ്? ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോഴാണ്. ഇനിയിപ്പം ചോദിക്കാം അതിൻ്റെ കാറ്റലിസ്റ്റ് ഏതാണെന്നുള്ള കാര്യം ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കാറ്റലിസ്റ്റിൻ്റേതായിട്ട് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? കോണ്ടാക്റ്റ് പ്രോസസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്. അതുപോലെ തന്നെ ഹേബർ പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹേബർ പ്രോസസ്സ് അമോണിയ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. അവിടുത്തെ ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയണാണ് എന്തായിട്ട് ഉപയോഗിക്കുക? കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വനസ്പതി മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് നിക്കൽ. സ്ഥിരം ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു, കൺഫ്യൂഷൻ അടിച്ച് മറന്നു പോരുത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർക്കാം. കോണ്ടാക്റ്റ് പ്രോസസ്സിൻ്റെ അകത്താണ് സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കോണ്ടാക്റ്റ് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ. നമുക്കറിയാം, തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും അഥവാ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വീര്യം കൂടിയ ആസിഡുകളിലൊന്നാണ് ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് അല്ലേ. അപ്പം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. ആസിഡാണ്, സൾഫ്യൂരിക് ആസിഡാണ്. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അവിടുത്തെ കാറ്റലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹേബർ പ്രോസസ്സ് എന്ത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അമോണിയ. ഇപ്പോൾ നമ്മൾ ഹേബർ എന്നുള്ളത് ഹാബർ എന്നാക്കുക. നമ്മൾ മീൻ പിടിക്കുന്ന ഹാബറുകളുണ്ടല്ലോ, ഹാബറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അമോണിയ
മീനൊക്കെ സൂക്ഷിക്കാൻ വേണ്ട അമോണിയ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അമോണിയയുടെ സ്മെല്ല് നമുക്ക് കണ്ടമാനം അടിക്കും. അമോണിയയുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ മൂക്ക് തുളഞ്ഞു കയറുന്ന സ്മെല്ലാണ്. അപ്പം ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ മീനൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അയണിൻ്റെ റാപ്പിൻ്റെ അകത്താണെന്നുള്ള കാര്യം സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാമല്ലോ, ഹേബർ പ്രോസസ്സ്, ഹാബറിൻ്റെ അകത്തുള്ള ഗ്യാസ്, ഹാബറിൻ്റെ അകത്തൂടെ പോകുമ്പോൾ എന്താണ് നമുക്ക് അടിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊല്ലത്ത് ഈ പറഞ്ഞ കൂട്ട് തന്നെ കടൽ തീരത്തൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇല്ല, ആ ഒരു സമയത്ത് നമ്മൾ ആ പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഹാബറിൻ്റെ തീരത്തൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മീനിൻ്റെ മണം നമുക്ക് കണ്ടമാനം അടിക്കും. അപ്പോൾ അത് അമോണിയയുടെ സ്മെല്ലാന്ന് കരുത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഹേബർ പ്രോസസ്സിൻ്റെ അകത്ത് ഹേബർ പ്രോസസ് എന്തിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അമോണിയ. ഹാബറുമായിട്ട് കണക്ട് ചെയ്യുക, ഹാബറിൻ്റെ അകത്തെ അമോണിയ. സ്പോഞ്ചി അയണാണ് അവിടുത്തെ കാറ്റലിസ്റ്റ്. അതുപോലെ തന്നെ വനസ്പതി ഹൈഡ്രജൻ പാസ് ചെയ്യുന്നതിനാണ് ആയിരിക്കും നമ്മൾ വനസ്പതി എന്ന് പറയാം. സസ്യ എണ്ണയിൽ കൂടെ ഹൈഡ്രജൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വനസ്പതി എന്ന് വിളിക്കും. അവിടുത്തെ കാറ്റലിസ്റ്റ് നിക്കൽ ആയിരിക്കും. ഇനിയിപ്പോൾ നോക്കാനുള്ളത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ലന്ഥാനത്തിൻ്റെയും ആക്ടീനിയത്തിൻ്റെയും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ 2 നിരകളായി ക്രമീകരിച്ചിരിക്കുന്നതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഓൾറെഡി പറഞ്ഞതാണ്. ലന്തനൈഡ്സ് 6ാം പീരീഡിലും ആക്റ്റിനൈഡ് 7ാം പീരീഡിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ലാന്തനൈഡ്സ് ഉൾപ്പെടുന്ന പീരീഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7+1 8 എന്നൊന്നും എഴുതരുത്. ആകെപ്പാടെ 7 പീരീഡേ ഉള്ളൂ. ലാന്തനൈഡ് ഉൾപ്പെടുന്നത് 6ാം പീരീഡിലാണ്, ആക്റ്റിനൈഡ് ഉൾപ്പെടുന്നത് 7ാം പീരീഡിലും ആയിരിക്കും. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിൽ ആണ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞാണല്ലോ ആ ബ്ലോക്കുകളുടെയൊക്കെ പേരുകൾ അങ്ങനെ വന്നിരിക്കുന്നത്. ഏത് സബ്ഷെല്ലിലാണോ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺസ് വന്നു ചേരുന്നത് അതാണ് അതിൻ്റെ ബ്ലോക്കിനെ തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കേസിൽ പറയാൻ വിട്ടുപോയതാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുള്ള പ്രധാന കാരണം അതിന് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടും റെഡ്യൂസിങ് ഏജൻ്റായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ തന്നെ എഫ് ബ്ലോക്കിലെയും മിക്കവയും വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടമാക്കാറുണ്ട്. രണ്ടിനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻസിനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ആക്ടിനൈഡ്സിൻ്റെയും അതുപോലെ തന്നെ ആക്ടിനോയിഡുകളിൽ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ പലതും കൃത്രിമ മൂലകങ്ങൾ ആണ്. ആക്ടിനോയിഡ്സ് ആക്റ്റീവാണ്, അവയിൽ പലതും റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്റ്റീവ്. ആക്ടിനോയിഡുകളിൽ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം, തോറിയമൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ഏത് ബ്ലോക്കാണ്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ പലതും കാറ്റലിസ്റ്റായിട്ട് അഥവാ ഉൾപ്രേരകങ്ങളായിട്ട് പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകങ്ങൾ ഏത് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി ഇതൊക്കെ. അതുപോലെ തന്നെ കേരളത്തിലെ ധാതു സമ്പത്ത്, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മോണോസൈറ്റിനെ പറ്റിയൊക്കെ ഇൽമനൈറ്റിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, ടൂറൈൽ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കളുടെ കലവറയാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണൽ ശേഖരം. കേരള തീരത്തെ മണൽ ശേഖരത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, ടൂറൈൽ തുടങ്ങിയ വിവിധ ധാതുക്കൾ ഉണ്ട്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്. അതുപോലെ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ് എന്ന ധാതുവാണ്. തോറിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെവിടെ നിന്നാണ് എടുക്കുന്നത്? മോണോസൈറ്റ് എന്ന ധാതുവിൽ നിന്നാണ്. അതുപോലെ നിയോഡിമിയം എന്ന ലോഹം ഉൽപ്പാദിപ്പിക്കുവാനുള്ള അസംസ്കൃത വസ്തുവാണ് മോണോസൈറ്റ്. നമ്മുടെ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന അതേ ധാതുവിൽ നിന്ന് തന്നെയാണ് നിയോഡിമിയം ഉൽപ്പാദിപ്പിക്കുന്നത്.
ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ഓക്കെ, അതുപോലെ തന്നെ ഉരകല്ലുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ സിറിയം എന്ന ലോഹത്തിൻ്റെ ധാതുവും ഈ പറഞ്ഞ മോണോസൈറ്റ് തന്നെയാണ്. സിറിയം എന്ന ലോഹവും കിട്ടുന്നത് ഈ പറഞ്ഞ മോണോസൈറ്റ് എന്ന ധാതുവിൽ നിന്ന് തന്നെയാണ്. ഉരകല്ല് അഥവാ ഫ്ലിൻറ്റ് സ്റ്റോൺ അത് നിർമ്മിക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ലോഹമാണ് സിറിയം. കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ പിച്ചാത്തി മാക്കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടി ആളുകൾ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ സിറിയം അടങ്ങിയിട്ടുള്ള വീലുകൾ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പം അത് നിർമ്മിക്കാൻ വേണ്ടി മോണോസൈറ്റ് ആവശ്യമാണ്. സിറിയം നിർമ്മിക്കുവാനും സിറിയം എന്ന ലോഹം നിർമ്മിക്കുവാനും മോണോസൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ധാതു സമ്പത്ത് ആണ്. ഈ പറഞ്ഞ മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, ടൂറൈൽ തുടങ്ങിയവയെല്ലാം തന്നെ കേരളത്തിൻ്റെ ധാതു സമ്പത്താണ്. തോറിയം നമ്മൾ വ്യാപകമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയോഡിമിയം എന്നത് ശക്തമായിട്ടുള്ള കാന്തം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം കുറേ നേരമായി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇരിക്കുന്നു. ഒരുപാട് നേരമായി, ചിലപ്പോൾ 1 മണിക്കൂറിലൊക്കെ നീളം കാണുവാൻ ചാൻസ് ഉണ്ട്. സാധാരണ എല്ലാവരും നോക്കിയാൽ മനസ്സിലാവും 20 മിനിറ്റാണ് ക്ലാസ്സുകൾ സ്പ്ലിറ്റ് ചെയ്താണ് ഇടുന്നത്. ഞാൻ ആദ്യമേ അങ്ങ് തരികയാണ്, ഫുൾ ക്ലാസ് അങ്ങ് തരികയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഇത് ഫുള്ള് ഒറ്റയടിക്ക് നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഈ ഒരു ദിവസം കൊണ്ടല്ല ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, ഒരു ദിവസം കൊണ്ടല്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഈ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 1.5 മണിക്കൂർ കൊണ്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിപ്പം നേരത്തേക്ക് ഒന്ന് പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ 2x സ്പീഡിലൊക്കെ ഇട്ടിട്ട് സ്പീഡ് കൂട്ടി റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.